കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. എനിക്ക് കാര്യങ്ങളൊന്നും അധികം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിലും പലതും ചെയ്യാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥ, ഭയങ്കരമായ ക്ഷീണം. ഇതിൻ്റെ കാരണം എത്തുന്ന ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ഓവർ യൂസേജ് ഓഫ് സോഷ്യൽ മീഡിയ. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഫോൺ കയ്യിലെടുക്കുന്നു, പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നു, അതിനുശേഷം ഫേസ്ബുക്കിൽ നോക്കുന്നു, പിന്നെ യൂട്യൂബിൽ നോക്കുന്നു, ഷോർട്സ് നോക്കുന്നു. ഈവൻ ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ പോലും ആദ്യം ഞാൻ എടുക്കുന്ന ഫോണാണ്. ഫോൺ എടുത്തിട്ട് സോഷ്യൽ മീഡിയകൾ സെർച്ച് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം തോന്നാറുണ്ട്, ഭയങ്കര മടുപ്പ് തോന്നാറുണ്ട്. ഒരു ദിവസം 9 മണിക്കൂർ ഞാൻ IT ജോബ് ചെയ്യുമ്പോൾ പോലും ഉണ്ടാകാത്ത മടുപ്പ് വീക്കെൻഡ്സിൽ കുറേ നേരം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. എൻ്റെ തലച്ചോറിന് ഒരു കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. ആ കുഴപ്പമാണ് ബ്രെയിൻ റോട്ട്. ഒരു പക്ഷേ ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പലരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഞാൻ ഒരിക്കലും എല്ലാവരും ഇത് ഫേസ് ചെയ്യുന്നെന്ന് പറയുന്നില്ല, എന്നാലും ഭൂരിഭാഗം ആളുകളും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ബ്രെയിൻ റോട്ട് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ട് ബ്രെയിൻ റോട്ടെന്ന് ഇത്ര വലിയ കാര്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നത്? 2024 ഇത് വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് ഓക്സ്ഫോർഡ് തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ വേർഡാണ്. ഇന്ന് നമ്മുടെ പുതിയ തലമുറയിൽ, അഥവാ ഈ പറഞ്ഞ ജെൻസി എന്നൊക്കെ പറയുന്ന തലമുറയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നതും ഈ ബ്രെയിൻ റോട്ടാണ്. ബ്രെയിൻ റോട്ട് എന്തുകൊണ്ടുണ്ടാവുന്നു, എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ ഈ ബ്രെയിൻ റോട്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം, എങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു റിവാർഡ് ഉണ്ടാവും. ഇതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനും ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട്. അഥവാ നമ്മളൊരു കാര്യം ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലും ഒരു റിവാർഡ് കിട്ടുന്നു. ആ റിവാർഡെന്ന് പറയുന്നതാണ് ഡോപ്പമിൻ. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നത്. ഒരുപാട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മസിൽസ് ഉണ്ടാകുന്നു, നല്ല ഫിസിക് ഉണ്ടാകുന്നു. ഇത് നമ്മുടെ ബ്രെയിനിൽ ഒരു ഡോപ്പമിൻ ഉണ്ടാക്കുന്നു. ഈ ഡോപ്പമിൻ നമുക്കൊരു വല്ലാത്ത സന്തോഷം തരുന്നു. ശരിക്കും ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ വീണ്ടും 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 ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന, അഥവാ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ നേടിയെടുക്കുന്ന ആ ഡോപ്പമിൻ കുറേ നേരം റീൽസ് കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ലഭിക്കുന്നു. എങ്ങനെയാണ് റീൽസ് കാണുമ്പോൾ നമുക്ക് ഡോപ്പമിൻ ലഭിക്കുന്നത്? ഓരോ 30 സെക്കൻഡും അല്ലെങ്കിൽ 1 മിനിറ്റുള്ള ഒരു വീഡിയോ അത് നമുക്കൊരു പ്രത്യേക തരം സന്തോഷം നൽകിയാണ്. എന്ന് വെച്ചാൽ ഓരോ നിമിഷവും നമ്മൾ ഈ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഈ ഡോപ്പമിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു നല്ല റിയൽ ഡോപ്പമിൻ അല്ല, ഒരു ഫേക്ക് ഡോപ്പമിൻ എഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഇതിങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇത് സ്ക്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി നമ്മളിൽ കൂടി വരും. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ സമയം പോയിക്കൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുടെ കാര്യം, അവർക്ക് ആ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സുഖം കാരണം വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കൂ. നിങ്ങളൊരു വട്ടം റീൽസ് കാണാൻ വേണ്ടി ഫോൺ എടുത്തു, നിങ്ങൾ ഒരു റീല് കണ്ടു, 2 റീല് കണ്ടു, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സമയം പോയിക്കൊണ്ടേയിരിക്കുന്നത് പോലെ ഇൻഫിനിറ്റായിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു, ഒരു 5 റീലായി അല്ലെങ്കിൽ 6ാമത്തെ റീലായി. ഇനി നിങ്ങൾ ആദ്യം കണ്ട റീൽ ഏതാണെന്ന് ഓർത്ത് നോക്കൂ, നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല. നിങ്ങളതെന്താണ് കണ്ടതുപോലെ ഓർമ്മയില്ല. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ബ്രെയിൻ ആവശ്യമില്ലാത്ത കുറേ ഇൻഫർമേഷനെ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കുത്തി നിറയ്ക്കുന്നു. ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ബ്രെയിൻ ശരിക്കും പ്രവർത്തിക്കേണ്ടത് എന്തിനാണ്? നമുക്ക് മുമ്പോട്ട് ജീവിതമുണ്ട്, നമുക്ക് ഒരുപാട് സക്സസ് അച്ചീവ് ചെയ്യണം, നമുക്ക് പഠിക്കണം, നല്ല ജോലി മേടിക്കണം, ഈവൻ ബിസിനസ് ചെയ്യണം, അതിലങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതിനൊക്കെ വേണ്ടി നമ്മളുടെ ബ്രെയിൻ ഒരുപാട് ചിന്തിക്കുകയും അതിനനുസരിച്ച് വർക്ക് ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് വേണ്ട തോട്ട്സ് തരികയും ചെയ്യണം, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ട ബ്രെയിൻ. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് കുത്തി നിറച്ച് ഭയങ്കരമായിട്ട് ഫെഡപ്പായി പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എനർജി ഇല്ലാതെ തന്നെ പോകും. അഥവാ നമ്മുടെ ബ്രെയിന് ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥ എത്തുന്നു. ഈ അവസ്ഥ കാരണം നമുക്കൊന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ നമുക്ക് പലതും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റാതിരിക്കുന്നു. ഇതാണ് ബ്രെയിൻ റോട്ട്. ഇപ്പോൾ ബ്രെയിൻ റോട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഇപ്പം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാവും, നമുക്കെല്ലാം ഈ ഒരു അവസ്ഥയുണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ മറ്റ് കുറച്ച് ദൂഷ്യവശങ്ങളൂടെ നമുക്ക് നോക്കാം. നിങ്ങളൊരു വിഷമിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പിലിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ടെൻഷനുള്ള സമയത്ത് ഇരിക്കുകയാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന എന്ത് കാര്യമാണോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള റീൽസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളെ ഹാപ്പി ആയിട്ട് നിർത്തുക, അതാണ് ഇൻസ്റ്റാഗ്രാം നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആക്ച്വലി എന്തിനാണ് ഇൻസ്റ്റാഗ്രാം നമ്മളെ ഹാപ്പി ആക്കാൻ നോക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റീൽസ് എന്തിനാണ് നമുക്ക് തരുന്നത്? ഒരേ ഒരു റീസണേ ഉള്ളൂ. അങ്ങനെ തന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ വീണ്ടും വീണ്ടും ഇതെടുത്ത് വെച്ച് കാണത്തുള്ളൂ. അങ്ങനെ കണ്ടാലേ അവരുടെ കാര്യം നടക്കത്തുള്ളൂ. അവർക്ക് ആഡ്സ് റൺ ചെയ്യണമെങ്കിലും അവർക്ക് നമ്മൾ എത്ര നേരം ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുക, അല്ലെങ്കിൽ ഈ യൂട്യൂബിലായാലും ഏത് സോഷ്യൽ മീഡിയ ആപ്പിലാണെങ്കിലും എത്ര നേരം കൂടുതൽ ഇരുത്താൻ കഴിയുമോ അത് ഇരുത്താനാണ് അവർ ഓരോരുത്തരും നോക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും ഇവിടെ നിങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണോ? അല്ല, ഇൻസ്റ്റാഗ്രാമാണ്, അല്ലെങ്കിൽ യൂട്യൂബാണ്, അല്ലെങ്കിൽ ഇവർ അൽഗോരിതമാണ്. ഈ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മളിലൂടെ എന്ത് കടന്നു പോകണമെന്ന് വിചാരിക്കുന്നത് അവരാണ്.
അല്ലെങ്കിൽ ഈ അൽഗോരിതമാണ്. ഇങ്ങനെ ഒരു അൽഗോരിതം തീരുമാനിക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ നടക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും കാലക്രമേണ നമ്മൾ പോലും അറിയാതെ അവരെന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് അവർ തീരുമാനിക്കുന്ന കാര്യം മാത്രം നമ്മൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ട് തളിച്ചു കയറുന്നു. ഒരു പക്ഷേ ഇൻസെപ്ഷൻ പോലുള്ളൊരു സിനിമ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കിത് പെട്ടെന്ന് റിലേറ്റഡ് ആവാൻ പറ്റും. ഒരാളുടെ മനസ്സിൽ അയാൾ പോലും ചിന്തിക്കാത്ത കാര്യത്തെ കുത്തി നിറയ്ക്കാൻ പറ്റും. ഇന്ന് ഈ പ്രോബ്ലം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും നമ്മുടെ യങ്ങർ ജനറേഷനെയാണ്, അഥവാ ഇപ്പോൾ വളർന്നു വരുന്ന ജനറേഷനെ. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ആയിട്ട് അറ്റാച്ച് ആയിട്ടിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ആണെങ്കിലും ലൈക്കിന് വേണ്ടിയാണെങ്കിലും ഫോളോവേഴ്സിന് വേണ്ടിയാണെങ്കിലും ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഈ കഷ്ടപ്പെടുന്നത് തന്നെ എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റൻഷൻ നിലനിർത്താനാണ്. എപ്പോഴെങ്കിലും ഈ അറ്റൻഷൻ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ അവർക്കത് ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നേരത്തെ പറഞ്ഞ ഡോപ്പമൈൻ എഫക്റ്റ് തന്നെ. ഈ ലൈക്സിൻ്റെ എണ്ണം കാണുമ്പോഴും വ്യൂസിൻ്റെ ഇത് കാണുമ്പോഴും എല്ലാം നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല, പക്ഷേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. നമ്മൾ മനുഷ്യർക്ക് മാറ്റിവെക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. മാറ്റണമെന്ന് തോന്നിയാൽ എന്തും മാറ്റാൻ പറ്റും. അങ്ങനെയുള്ളൊരു കാര്യം തന്നെയാണ് ഇത്. സോഷ്യൽ മീഡിയയിലെ അധികമായ ഉപയോഗം കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? അത് തന്നെ കുറയ്ക്കുക എന്നുള്ളത്. പക്ഷേ അതെങ്ങനെ അത്ര എളുപ്പമായൊരു കാര്യമാണോ? പെട്ടെന്നൊരു ദിവസം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? ഫേസ്ബുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് ആ ഉപയോഗിക്കുന്ന സമയത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനാദ്യം വേണ്ടത് മൈൻഡ് സെറ്റാണ്. ഞാനൊരു കാര്യം ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചാൽ അത് ചെയ്യാതിരിക്കാൻ കഴിയും എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ അതെങ്ങനെ തീരുമാനിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് കുറച്ച് ട്രിക്സുകൾ നമ്മൾ ഉപയോഗിക്കണം. അതിനൊന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂട്യൂബിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളത്. നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ പല സമയത്തും നമ്മൾ ഫോൺ എടുക്കുന്നത് തന്നെ ഈ നോട്ടിഫിക്കേഷൻ കാരണമാണ്. അത് വരാതിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ കയറുന്ന സമയം കുറയും. ഇത് നമ്മളെ കാലക്രമേണ ഇത് കാണാനുള്ള ആ ഒരു ടെൻഡൻസിയിൽ നിന്നും അല്ലെങ്കിൽ അതിന് വേണ്ട ആ ഒരു പുഷ് കുറയ്ക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമുക്ക് വാച്ച് ടൈം അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ടിവിറ്റി കാണാൻ പറ്റും. ഒരു ദിവസം 3-4 മണിക്കൂർ, ചിലർക്കൊക്കെ 10 മണിക്കൂറൊക്കെ ആക്ടിവിറ്റി ഉള്ളവർ കാണാൻ പറ്റും. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് വെട്ടി കുറച്ച് 5 മണിക്കൂർ ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ 1 മണിക്കൂറിലും നിങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് 1 മണിക്കൂറായി, വീണ്ടും അറിയിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിസ്ട്രാക്ഷനാണ്. ശരിക്കും അത് വരുമ്പോഴെങ്കിലും നമ്മളുടെ ബ്രെയിൻ തോന്നിപ്പിക്കും, അതെ ഇത്രയും നേരം കണ്ടത് മതി എന്ന് തോന്നിപ്പിക്കും. ആ തോന്നലിൽ നമ്മൾ നിർത്താൻ പറ്റണം. ആ തോന്നലിൽ നമ്മൾ ഫോൺ എടുത്ത് മാറ്റി വെക്കാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. പിന്നുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഞാൻ തന്നെ എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത്. അഥവാ ഇൻസ്റ്റാഗ്രാം കാണേണ്ട ടൈം അതിനൊരു ബൗണ്ടറി, ഇത്ര സമയത്ത് മാത്രം ഞാൻ കാണൂ, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ മാത്രമേ കാണൂ എന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇതിന് തുടക്കമിടാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ റീൽസ് കാണുന്നവരാണോ? ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഓപ്പൺ ആക്കി വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ഇല്ലാതാക്കി വെക്കുക. നിങ്ങൾ ഇതിനെ മാറ്റി വെച്ചിട്ട് ഫുഡ് കഴിച്ച് തുടങ്ങുക. നിങ്ങൾ വേറെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നൊന്ന് മാറി നിന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു കാര്യത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അങ്ങനെ കൺട്രോൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഇതിൽ നിന്ന് മാറാവുന്നതാണ്. നാലാമത്തെ ഒരു കാര്യം, ജനറലായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡോപ്പമിനാണ് നമ്മൾ വീണ്ടും ഇത് കാണാൻ പ്രേരിപ്പിക്കുന്നത്. ഈ ഡോപ്പമിൻ, നമ്മൾ റിയൽ ഡോപ്പമിൻ നമ്മുടെ ബ്രെയിന് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ജിമ്മിൽ പോവുക, നല്ല വർക്കൗട്ട് ചെയ്യുക, നല്ല മസിലും ബോഡിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ മസിലും ബോഡി ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. അത് തന്നെ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നിങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വേറെ ആക്ടിവിറ്റീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ വീടിൻ്റെ പറമ്പിലിറങ്ങുക, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും, ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് പ്ലാൻസ് ഒക്കെ നോക്കുന്ന ആളാണ്. ശരിക്കും അതിൽ നിന്നും കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതേപോലെ ഓരോ കാര്യങ്ങൾ, ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. നിങ്ങളുടെ സ്കിൽ എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ സ്കില്ലിനനുസരിച്ച് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സോഷ്യൽ മീഡിയ ആണ് നിങ്ങളുടെ സ്കില്ല്, നിങ്ങൾ റീൽസ് ചെയ്യലാണ് സ്കിൽ, നിങ്ങൾ ചെയ്തു. ചെയ്യേണ്ടെന്ന് ഒരിക്കലും പറയുന്നത്, നിങ്ങളത് ചെയ്യുക. ആ സമയത്ത് തന്നെ അതിനകത്ത് കുത്തിയിരിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നവരാരും ഒരുപാട് നേരം സോഷ്യൽ മീഡിയയിലെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നില്ല. കാരണം അവർക്ക് അതിന് നേരം കാണത്തില്ല. അവർക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ഓരോ വീക്കിലും നിങ്ങൾ ഒരു ട്രാക്ക് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു ദിവസം എത്ര നേരം സോഷ്യൽ മീഡിയ കണ്ടു? ഞാൻ ഒരു ദിവസം എത്ര നേരം റീൽസ് കണ്ടു? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്ക് ബ്രെയിനിന് ആവശ്യമായ വിവരങ്ങളെ നമുക്ക് ബ്രെയിന് കൊടുക്കാം. അത്യാവശ്യമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യമില്ലാത്ത ഈ പറഞ്ഞ മോശം വിവരങ്ങളെ നമ്മുടെ ബ്രെയിന് കൊടുക്കാതിരിക്കുക. എക്സ്പെഷ്യലി റീൽസിലും അതേപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിൽ നിന്നും കിട്ടുന്ന വളരെ മോശമായ കാര്യങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബ്രെയിൻ റോട്ട് എന്നൊരു അവസ്ഥയിൽ നിന്നും നമുക്ക് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ.
തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആവും. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പലതിനും ഫോക്കസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റും. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ 20 വയസ്സ് തൊട്ട് 30 ഇടയിലുള്ള ആളുകളോടാണ്. ഈ ഒരു സമയമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ 30 കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളിലും സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഇന്ന് ഇൻസ്റ്റയിൽ കാണുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന എവിടെ നോക്കിയാലും കാണുന്ന ഈ ഹൈ എൻഡ് കാറുമായിട്ട് നടക്കുന്നവരോ അല്ലെങ്കിൽ വലിയ ബിസിനസ് പേഴ്സൺസോ പോപ്പുലറായിട്ട് നടക്കുന്ന ഏതൊരു മനുഷ്യനും നോക്കിയാലും 20-നും 30-നും ഇടയിൽ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവർ അങ്ങനെ നടക്കുന്നത്. സോ ആ ടൈമിൽ കഷ്ടപ്പെടേണ്ട സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം കണ്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഒരു കാര്യവും നടക്കത്തില്ല. നമുക്കൊരിക്കലും സക്സസ് എന്ന് പറഞ്ഞ കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ തകർന്നു പോകും. കാരണം ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. ആ ബ്രെയിൻ നശിച്ചുകൊണ്ടിരുന്നാൽ നമുക്കിത് സാധ്യമാകത്തില്ല. സോ നിങ്ങൾ ഇന്ന് തൊട്ടൊരു ഡിസിഷൻ എടുക്കുക, ഞാൻ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് മാറി നിൽക്കാനും പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതൊക്കെ ഫീൽ ചെയ്യുന്നെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞതല്ലാതെ വേറെ ഏതെങ്കിലും വഴി നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിക്കവർ ആകാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക. ഇതൊരു പക്ഷേ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഉപകാരമായി എന്ന് തോന്നിയെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.